സർക്കാർ പട്ടിക തള്ളി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ നടത്തിയ താത്കാലിക VC നിയമനം റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രി. സർക്കാർ പട്ടികയിൽ നിന്ന് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് ചാൻസലറായ ഗവർണർക്ക് രണ്ടാമതും മുഖ്യമന്ത്രി കത്തയച്ചു. ഡോക്ടർ സിസ തോമസിനും ഡോക്ടർ കെ ശിവപ്രസാദിനും വീണ്ടും നിയമനം നൽകി രാജ്ഭവൻ വിജ്ഞാപനമിറക്കിയിരുന്നു. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ സാങ്കേതിക സർവകലാശാലയിൽ കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെയും വീണ്ടും താൽക്കാലിക VCയായി ഗവർണർ നിയമിച്ചു. ഇതോടെയാണ് മുഖ്യമന്ത്രി രണ്ടാമത്തെ കത്തയച്ചത്. ഇപ്പോഴത്തെ നിയമനം നിയമപരമല്ലെന്നും സർക്കാർ പട്ടികയിൽ നിന്ന് താൽക്കാലിക VCമാരെ നിയമിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. ഇനി സമവായ ചർച്ചകളിൽ കാര്യമില്ലെന്നാണ് വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച് സെക്ഷൻ 7(3) സംബന്ധിച്ച് ഇനിയൊരു പുതിയ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമില്ല എന്ന് ഈ വിധിയെ ശരിവെച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട്. ഇവിടെ ആ സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. നിയമത്തിനകത്ത് വ്യവസ്ഥയുള്ള സർക്കാരിൻ്റെ പാനലിൽ നിന്ന് ആളെ വയ്ക്കണം എന്നുള്ള വ്യവസ്ഥയെ തന്നെ ലംഘിക്കുക വഴി സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തെയും സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണമായും നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ചാൻസലർ എന്ന നിയമപരമായ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത് അതീവ ഗൗരവമായിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് AGയുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഒരു കത്ത് ഗവർണർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വന്തം രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ഉടൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമെന്ന് KTU താൽക്കാലിക VC ഡോക്ടർ കെ ശിവപ്രസാദ്. സ്ഥിര VCമാരുണ്ടായില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് എങ്ങനെയെങ്കിലും അതിന് നിയമ തടസ്സങ്ങൾ കൊണ്ടുവന്ന് തോന്നുന്നു. ചില കേസുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥിര VC നിയമനം ഉണ്ടാകണം. ഡിജിറ്റൽ സർവകലാശാല VCയായി സിസ തോമസും ചുമതല ഏറ്റെടുത്തു. സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായാണ് നിയമനമെന്ന് കാണിച്ച് സർക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചേക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.